ഹലോ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ചെറിയൊരു ലോങ് വീഡിയോ കൂടി ചെയ്യാമെന്ന്. ഫാം യാർഡ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ടാട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അടിമാലിക്ക് ഏകദേശം അടുത്തായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. നമ്മൾ 2 മസാല ദോശയും അതുപോലെ 2 കോഫി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി മസാല ദോശ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കോഫി നല്ല ടേസ്റ്റി കോഫി ആയിരുന്നു. ഇതാണ് നമ്മൾ കഴിച്ച ആ ഹോട്ടലിൻ്റെ പുറമേ നിന്നുള്ളൊരു വ്യൂവേ. ഒത്തിരി സീറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സ്പേസും ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഈ ഒരു ലാവൻഡർ കളറിലെ മരങ്ങൾ പൂവുള്ള മരം കണ്ടോ, ഇത് ഒത്തിരി നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബ്ലോസം സീസണാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് ഡയറക്റ്റ്ലി കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഒത്തിരി പേര് ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പിലിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഞാൻ ശരിക്കും കാറിലിരിക്കുന്നത് കണ്ടപ്പോൾ റൂബിക്കാണ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ക്യാരറ്റും കൊണ്ടാട്ടോ കയറിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഗ്യാപ്പ് റോഡിലേക്ക് പോയി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴാണ് ഗ്യാപ്പ് റോഡിൽ എത്തിയത്. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ടോപ്പ് സ്റ്റേഷന് അങ്ങോട്ട് പോകാൻ പോയേ. പക്ഷേ ഏകദേശം മാട്ടുപ്പെട്ടി ഡാം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളും വന്നുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ തന്നെ തിരിഞ്ഞു പോകുന്നായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. നമുക്ക് തേയിലയും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ടൗണിലായിട്ട് ഒരു റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഔട്ട്ലെറ്റിൻ്റെ അങ്ങോട്ട് എത്തി. ഇത് അതിൻ്റെ സൈഡിലുണ്ടായ ഗാർഡനാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് കയറി. ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോർമലി എപ്പോഴും മേടിക്കുന്ന പോലെ ഡസ്റ്റും ഗ്രാനുവൽസും തന്നെയായിട്ട് വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെറിബോയുടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെനിക്ക് നമ്മൾ ഇവിടെ നോർമലി കഴിക്കുന്നതിനേലും ഇച്ചിരി ഡിഫറൻസ് തോന്നി കേട്ടോ. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ചെക്ക് ഇൻ ചെയ്യാനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-3:30 അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കിനി റൂമിലേക്ക് പോകാമെന്നേ. നമ്മൾ ബ്യൂട്ടി സ്പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടർലാൻഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് നമുക്കിത് സെലക്ട് ചെയ്ത് തന്നത്. മീൻസ് നമ്മുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ ബഡ്ജറ്റും അവരോട് പറഞ്ഞാൽ മതി. അവരപ്പോൾ ആ ഒരു ബഡ്ജറ്റിലുള്ള ഒത്തിരി സ്റ്റേ അയച്ചു തരും കേട്ടോ. നമുക്കതിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ റൂം വരുന്നത് 2nd ഫ്ലോറിലായിട്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരു 50-50 ഇഷ്ടത്തിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി അവർ അയച്ചു തന്നപ്പോഴത്തേക്കും ബുക്ക് ചെയ്തത്. ബിക്കോസ് നമുക്ക് വേറെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു നോക്കിയപ്പോഴത്തേക്കും. പക്ഷേ എനിക്കിവിടെ ഡയറക്റ്റ്ലി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ വെച്ചാൽ മെയിനായിട്ടും ഭയങ്കര ക്ലീൻ ആയിരുന്നു. നമ്മുടെ വാഷ്റൂം ആയാലും ബെഡ്റൂം ആയാലും ബാൽക്കണിയൊക്കെ ആയാലും നല്ല ക്ലീൻ ആയിരുന്നേ. അത്യാവശ്യം നല്ല സ്പേഷ്യസും ആയിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കൊരു മിറർ ഉണ്ടായി. പിന്നെ കിങ് സൈസ് ബെഡായിരുന്നു. ബെഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ സൈഡ് ടേബിൾസും കാര്യങ്ങളുണ്ടായി. പിന്നെ നമ്മുടെ ബാൽക്കണി റൂമാണെന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോറിൻ്റെ അവിടെയായിട്ടായിരുന്നു നമ്മുടെ ഡൈനിങ് വരുന്നത്. ചെറിയൊരു ഡൈനിങ് ടേബിളും 2 ചെയേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ടി വിയുടെ അടിയിൽ ഇതുപോലെ തന്നെ ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നേ. പിന്നെ ഒരു വലിയ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യൂ ഇതാണ്. നമ്മളവിടെ എത്തി ഈ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. സോ ഒരു സൈഡിൽ മൊത്തം കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നല്ല സൺലൈറ്റ് വരുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ തേയില കാണുന്ന ഒരു സൈഡ് നല്ല ഡാർക്ക് ഗ്രീനും ഒരു സൈഡ് നല്ല ലൈറ്റ് ഗ്രീനുമാണ്. പിന്നെ 2 ചെയേഴ്സും വരുന്നുണ്ട് ബാൽക്കണിയിൽ. നമ്മളിപ്പോൾ ഈ പോകുന്നത് ആ ടീ എസ്റ്റേറ്റിൽ നമ്മൾ റൂമിൽ നിന്ന് കണ്ട ആ ടീ എസ്റ്റേറ്റിൽ നടക്കാനായിട്ടാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ടൈമിൽ തന്നെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാണ്. ഭയങ്കര പ്രൈവസി ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയിൽ താമസിക്കണവരും പിന്നെ ആ ഒരു പ്ലാന്റേഷനിലെ പണിക്കാരും മാത്രമായിട്ട് അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ലേ. റൂമിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും പ്ലാന്റേഷനിൽ 2-3 പണിക്കാർ അവിടെ നിൽക്കണേ ഞാൻ കണ്ടായിരുന്നേ. പിന്നെ ഇതാട്ടോ നമ്മൾ താമസിച്ച ആ ഒരു പ്രോപ്പർട്ടി. അതിൽ 2nd റൂമാട്ടോ നമ്മുടെ ആ ബാൽക്കണിയുള്ള റൂമാണ് നമ്മുടെ. പിന്നെ നമ്മൾ ഒത്തിരി താഴത്തേട്ട് ഇറങ്ങി വന്നായിരുന്നു. പക്ഷേ ആ വരവ് ഭയങ്കര വേർത്തിയായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര പീസ്ഫുൾ ഫീലായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്കും. നമ്മൾ കറക്റ്റ് ഈ സീനറീസിലൊക്കെ കാണില്ലേ അതുപോലെയായിരുന്നേ. പിന്നെ നമ്മൾ സന്ധ്യ ആയപ്പോഴത്തേക്കും തിരിച്ച് കയറിയപ്പോഴത്തേക്കാണ് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലായത്. ഈ പ്രോപ്പർട്ടിയിൽ ഒരു പൂളും കൂടി വരുന്നുണ്ട്. കോമൺ പൂളാട്ടോ, പ്രൈവറ്റ് പൂളൊന്നും അല്ല, ഒരു ഇൻഫിനിറ്റി പൂള്. എനിക്ക് പേഴ്സണലി പിന്നെ ഈ പൂൾ ഇച്ചിരി കൂടി പ്രൈവസി ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയായിരുന്നു. ഇത് നമ്മൾ കയറി വരുന്ന അവിടെ തന്നെയാണ് പൂള് വരുന്നത്. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു, TV വെച്ചു. മഞ്ഞുമൽ ബോയ്സ് ഫിലിമായിരുന്നേ. പിന്നെ നമുക്ക് ഇവിടെ രാത്രിത്തെ ഫുഡ് ഇവിടെ തന്നെ അവൈലബിൾ ആട്ടോ. നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് എന്താ വേണ്ടതെന്ന്. ഒരു വൈഡായിട്ടുള്ള മെനു തന്നെ ഇവർക്കുണ്ട്. ഒത്തിരി ഡിഷസ് ഉണ്ട്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. റൈസും ചപ്പാത്തിയും ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഫിലിമും കഴിഞ്ഞു. നമ്മളിവിടെ കുറച്ച് നേരം ബാൽക്കണിയിൽ വന്നിരുന്നത്. ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ ബിൽഡിങ്സിൻ്റെ ലൈറ്റൊക്കെ ആട്ടോ ആ കുഞ്ഞതായിട്ട് കാണുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ ബെഡിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്.
ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലാവിഷായിട്ടാട്ടോ തന്നെ, അത് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് തന്നെ, നല്ല ക്വാളിറ്റി ഫുഡ്സുമാണ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ബാൽക്കണിയിലേക്ക് വന്ന് നിന്നേ. രാവിലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഒട്ടും തന്നെ കോടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അപ്പുറത്തുള്ള ആ മലയും ആ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നേ. അവിടെ ഉള്ള വ്യൂവും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടായി. നമ്മൾ പൂരിയും കറിയും എഗ് ഫ്രൈ ആയിട്ടോ എടുത്തത്. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു 12-12:30 ആയപ്പോഴത്തേക്കും താഴത്തേട്ട് ഇറങ്ങിയായിരുന്നേ. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡേയിൽ ഔട്ട്ഫിറ്റ് വന്നത്. പിന്നെ നമ്മളിത് താഴത്തേക്ക് വന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് നമ്മൾ താമസിച്ച ആ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ എടുത്തതാണ്. പിന്നെ നല്ല മഴക്കാറുണ്ടായിട്ടോ. നമ്മൾ താഴത്തേട്ട് വന്ന ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച മഴ കിട്ടും എന്നാണ്. തലേ ദിവസം വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും പാരൻസും പറഞ്ഞായിരുന്നു മഴ പെയ്തായിരുന്നു എന്ന്. പക്ഷേ മഴയൊന്നും കിട്ടിയില്ല. പിന്നെ ഈ കാണുന്ന ഈ ബോർഡ്സ് ഒക്കെ ഇല്ലേ, ഇതിൽ കാണുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു ഏരിയേൻ്റെ മീൻസ് ആ ഒരു വഴിയിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ഏറ്റവും അറ്റത്തായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും നല്ല വ്യൂ ആയിരുന്നു ആ റൂമിൽ നിന്നുള്ളത്. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് വഴി കയറിയിട്ടാട്ടോ അപ്പുറത്തേട്ട് പോകണ്ടേ. പിന്നെ ആ ഹോട്ടലുണ്ടായ ആ ചേട്ടന്മാരൊക്കെ മീൻസ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ എന്തോ പണി നടക്കുകയാണ്, അതുകൊണ്ട് കറൻ്റ്ലി ഇപ്പോൾ ഈ വഴി കൂടി ഇതുപോലെ കാറും ബൈക്സും കാര്യങ്ങളും മാത്രമാണ് പോവുള്ളൂ, വലിയ വണ്ടികളൊന്നും പോകില്ല എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ താഴത്തേട്ട് ഇറങ്ങി തുടങ്ങി. ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഔട്ടായി തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല മോഷൻ സിക്നസ് ഉള്ള ആളാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയേ. ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണിയും സുബീഷേട്ടനും ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ട്. എനിക്കൊരു ഓക്കെ ബിരിയാണി ആയിട്ടാണ് തോന്നിയത്. അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. ഒരു സോഡ ലൈം കുടിച്ചപ്പോഴാട്ടോ ആശ്വാസമായത്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു.